രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇല്ലാതാക്കി കോൺഗ്രസിനെ തന്നെ തകർക്കാമെന്ന് കരുതിയവരുടെ സകല തന്ത്രങ്ങളും പാളി. എല്ലാ മുഖം മൂടിയും അഴിഞ്ഞു വീഴുമ്പോൾ ഇനി രാഷ്ട്രീയ കേരളത്തിൽ നിന്നും മാങ്കൂട്ടത്തിലിനെ എന്നേക്കുമായി തുരത്താമെന്ന് കരുതിക്കൊണ്ടാണ് പല മാധ്യമങ്ങളും കച്ചകെട്ടി കഴിഞ്ഞ ദിവസം മുതൽ ഇറങ്ങിത്തിരിച്ചത്. ഒരു നേതാവിനെ, ഒരു പബ്ലിക് ഫിഗറിനെ തുരത്താൻ ഏറ്റവും നല്ല മാർഗം ആരാണോ അവർക്കെതിരെ ഒരു പെണ്ണ് കേസ് കൊണ്ടുവരികയാണ്. ആ പെണ്ണു കേസിൽ അല്പം എരിവും പുളിയും മസാലയും ചേർത്തുകൊണ്ട് എല്ലാ മാധ്യമങ്ങളും ഉപയോഗിച്ച് പബ്ലിക്കിലേക്ക് ഇറക്കി വിടുക. അതാണിപ്പോൾ കാണാനും സാധിക്കുന്നത്. ആധികാരികതയില്ലാത്ത ചാറ്റുകൾ, സ്ത്രീയുടെ സ്വകാര്യതകൾ മാത്രം കണക്കുകൂട്ടി 30 മിനിറ്റോളം നീളുന്ന രാഹുൽ മാങ്കൂട്ടവുമായിട്ടുള്ള ഓഡിയോ സന്ദേശത്തെ രാഹുലിനെതിരെ മാത്രം തിരിച്ചുകൊണ്ട് കട്ട് ചെയ്ത് കളയുക, എന്നിട്ട് അല്പാൽപമായി ഇറക്കി വിടുക. ഇവിടെയെല്ലാം മാങ്കൂട്ടത്തിന്റെ ഇരയാക്കി മാറ്റുക. ഇവിടെ ഏറ്റവും വലിയ ചതി ചെയ്തത് റിപ്പോർട്ടർ എന്ന ചാനലാണ്. ആർ റോഷിപാലിനെ ഇറക്കിക്കൊണ്ട് രാഹുലിനെ പറയിപ്പിക്കാൻ ഒരു ഫോൺ കോൾ കൂടെ. ഇതിനു മുൻപ് ആർ റോഷിപാൽ മുഖം മൂടി അടിഞ്ഞു വീഴുന്നു എന്ന് പറഞ്ഞ റിപ്പോർട്ടർ ചാനലിന്റെ ഒളിക്യാമറ ഉപയോഗിച്ച് ദിലീപിനെ വീണ്ടും കുത്തിപ്പൊക്കാൻ തുടങ്ങി. പക്ഷെ ഇവിടെ ഒളിക്യാമറയല്ല എന്നും ഏതൊരു പൊട്ടനും മനസ്സിലാകുന്ന തരത്തിലായിരുന്നു ആർ റോഷിപാലിന്റെ പ്രകടനം. അതിന് പിന്നാലെ അടുത്ത നാടകവുമായി ഇറങ്ങിത്തിരിക്കുകയാണ് റോഷിപാൽ. അത് ഇന്ന് കോൺഗ്രസിന്റെ മുഖമായി മാറിയ ജനപ്രിയനായ നേതാവിന്റെ തുറങ്കിലടക്കിലാണ്. അതുവഴി ഷാഫി പറമ്പിലിനെ കൂടി ഒതുക്കാം. അങ്ങനെ ആവുമ്പോൾ പിന്നെ വി ഡി സതീശനെയും പൂട്ടാൻ എളുപ്പമാണല്ലോ. ഇപ്പോൾ ലീഡർ പരിവേഷം കിട്ടിയിരിക്കുന്ന വി ഡി സതീശനെ ഒന്ന് ഒതുക്കിയാൽ അതും താൻ തീറ്റിപ്പോറ്റുന്ന നേതാക്കളെ അടിച്ചമർത്തിക്കൊണ്ട് സതീശന്റെ ആത്മവിശ്വാസത്തെ തകർക്കലാണ് ഇത്തരക്കാരുടെ ലക്ഷ്യം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അടക്കം ഷാഫി മാങ്കൂട്ടം തരക്കം നമ്മൾ കണ്ടതാണ്. അവിടെ വെച്ച് തന്നെ അവരെ ഇല്ലാതാക്കാൻ നോക്കിയ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ഇറക്കിയുള്ള കളിയൊക്കെ നമ്മൾ കണ്ടു. എന്നാൽ സത്യത്തിൽ മാങ്കൂട്ടം വിഷയത്തിൽ കോൺഗ്രസ് വിജയിച്ച് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. കാരണം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് 30 മണിക്കൂറിനുള്ളിൽ മാങ്കൂട്ടം രാജിവെച്ച് മാതൃക കാട്ടി. ഈ വിഷയത്തിൽ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന് പ്രതിപക്ഷം ഒരുമിച്ച് പറയുകയും ചെയ്തു. എന്നാൽ ഒരിക്കൽ പോലും ഇങ്ങനെ മാതൃക കാണിക്കാൻ CPM-ഓ BJP-യോ മുതിർന്നിട്ടില്ല. സ്വപ്ന സുരേഷിന്റെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് നമ്മൾ കണ്ടു. മുകേഷ് ഇന്നും നിയമസഭയ്ക്ക് അകത്തുണ്ട്. AK ശശീന്ദ്രൻ ഇന്നും മന്ത്രിയാണ്. എന്തേ ഇന്ന് കൊലവിളി നടത്തുന്ന ഒരാൾ പോലും ഒന്നും പറയുന്നില്ല. ഇതിപ്പോ ഇന്ന് BJP-യുടെ ഒരു അംഗമായ ഒരു ട്രാൻസ്ജെൻഡർ യുവതിയെ കളത്തിൽ ഇറക്കിയിരിക്കുകയാണ്. രാഹുൽ തനിക്ക് അശ്ലീല സന്ദേശം അയച്ചതായും ബലാത്സംഗം ചെയ്യണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചതായുമാണ് ട്രാൻസ്ജെൻഡർ യുവതി ആരോപണം ഉന്നയിച്ചത്. ഇക്കാര്യം ഇന്നലെ BJP പാലക്കാട് ജില്ലാ പ്രസിഡന്റിനോട് പറഞ്ഞതായും തുടർന്നാണ് തുറന്നു പറയുന്നത് എന്നും ഇവർ മാധ്യമങ്ങളോട് പറയുന്നുണ്ട്. എന്നാൽ ഇവർ പറഞ്ഞൊരു മണ്ടത്തരം പൊട്ടത്തരമുണ്ട്. തന്റെ കയ്യിൽ യാതൊരു തെളിവുമില്ല എന്ന്. ഈ കാലത്ത് എല്ലാ ചാറ്റുകളും പുറത്തു വരുമ്പോൾ ഈ ട്രാൻസ്ജെൻഡർ യുവതിയുടെ കയ്യിൽ മാത്രം ഒരു തെളിവുമില്ല എന്ന് പറയുമ്പോൾ അത് കെട്ടിച്ചമച്ച വലിയൊരു തിരക്കഥയുടെ ഭാഗമാണെന്ന് ആർക്കാണ് മനസ്സിലാക്കാതെ പോകുന്നത്? ഇവിടെ തന്നെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. ഇതൊരു അജണ്ടയ്ക്ക് പുറത്ത് മണിക്കൂറുകൾ വെച്ച് സ്ത്രീകളെ ഇറക്കി മാങ്കൂട്ടത്തിലിനെ പൂട്ടുക, അതുവഴി ഷാഫിയെ പൂട്ടുക, പിന്നീട് സതീശനെ പൂട്ടുക, അങ്ങനെ ആകെ മൊത്തം കോൺഗ്രസിനെ ഇല്ലാതാക്കുക. അതാണ് ഈ ട്രാൻസ്ജെൻഡർ യുവതിയുടെ വെളിപ്പെടുത്തൽ കൂടിയായപ്പോൾ അന്നം തിന്നുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും ഇത്തരത്തിലുള്ള ഓരോ വാർത്തകളും പുറത്തു വരുമ്പോഴും ഇതൊരു അജണ്ടയാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ അവിടെ നീതിന്യായത്തിന് നിരക്കാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് മാങ്കൂട്ടം തുറന്നടിക്കുമ്പോൾ ഇതൊരു രക്ഷപ്പെടലാണ്. മാങ്കൂട്ടം എന്ന യുവ നേതാവിന്റെ രക്ഷപ്പെടൽ.